ഇത് വാങ്ങിച്ചോ മോളെ. എനിക്ക് ഈ ആസ്തി സ്വീകരിക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ ജാനകി ഇവിടുത്തെ ആരും അല്ല എന്നുള്ളത് അവള് സമ്മതിച്ചു എന്നല്ലേ? ഊർമിളയടുത്തി കുറച്ചു നേരം ഒന്ന് വായടച്ച് നിൽക്കൂ. ജാനകി, നിനക്കിപ്പോ എന്താ പറ്റിയത്? അത് വാങ്ങിക്കേ ജാനകി. വാങ്ങിച്ചോ ജാനകി? വാങ്ങിച്ചോ. മാളവിക നമ്മളെ പറ്റിക്കാൻ നോക്കിയ ദേഷ്യത്തിലാ ഊർമിള അങ്ങനെയൊക്കെ പറയുന്നത്. അത് നിന്നോടുള്ള സംശയമല്ല, മുൻകരുതലാണെന്ന് കൂട്ടിക്കോ. ഞങ്ങൾ ആരും തന്നെ സംശയിക്കുന്നില്ലല്ലോ, പിന്നെന്തിനാ നീ മടിക്കുന്നേ? ഇതങ്ങ് വാങ്ങിക്കും മോളെ. ഈ ആസ്തിക്ക് അവകാശപ്പെട്ടതാരാ? എന്റെ അമ്മയല്ലേ? അതായത് അച്ഛന്റെ അനിയത്തിക്ക്. അമ്മ എന്നെങ്കിലും ഇങ്ങോട്ട് വരും, അപ്പൊ അച്ഛൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചാ മതി. അല്ലാതെ അനന്തരവളെ ഏൽപ്പിക്കാനെന്നും പറഞ്ഞ് ഇങ്ങനെ തിരക്ക് കാണിക്കണോ? എന്നാ പിന്നെ മാലയോ? ഇതൂടെ കിടക്കട്ടെ. എനിക്ക് വല്ലാതെ സ്നേഹം തോന്നുക. ഇത് എനിക്ക് കിട്ടിയ സമ്മാനം. ഇത് മാത്രം മതി എനിക്ക്. ഇനി എന്താ നിന്റെ സംശയം ഊർമിളെ? ജാനകി മാളവികയെ പോലെ ആയിരുന്നെങ്കിൽ ആസ്തി കയ്യിൽ കിട്ടിയതും അത് മേടിച്ച് ഇവിടുന്ന് മുങ്ങാനല്ലേ നോക്കണ്ടേ? ജാനകിക്ക് ആസ്തിയെക്കാളും ബന്ധങ്ങളോടാണ് താല്പര്യം. ഇതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാവുന്നില്ലേ? ജാനകി തന്നെയാണ് ശാന്തിയമ്മായിയുടെ മോള്. അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ അജയ. വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. സംശയമുള്ളവർ അവരുടെ പാട്ടിന് പോട്ടെ. ജാനകി എന്റെ കൊച്ചുമോളാ. ഇതിനെക്കുറിച്ച് ഇനി ഒരു ചർച്ച വേണ്ട. എനിക്ക് വിശക്കുന്നു, വല്ലതും വേണമെങ്കിൽ വാ. ജാനകി ഒന്ന് നിന്നേ. നീ എന്തിനാ അങ്കിള് തന്ന ഡോക്യുമെന്റ്സ് വേണ്ടെന്ന് പറഞ്ഞ്? നീയല്ലേ ഇവിടുത്തെ മരുമോള്? പക്ഷെ ആസ്തിക്കുള്ള അവകാശം അച്ഛന്റെ അനന്തരവൾക്കല്ലേ? നീ തന്നെയാണ് അനന്തരവള്. ചെന്ന് പറഞ്ഞോളാം പറഞ്ഞെന്ന് കരുതി വൈദേഹിയാണ് ഇവിടുത്തെ അനന്തരവളെന്ന് ചെന്നങ്ങാനും പറഞ്ഞോ, അന്നത്തോടെ തീരും നിന്റെ കഥ. അടുത്ത ക്ഷണം അവിടെ നിന്റെ അനിയത്തിയുടെ ശവം വല്ല പുഴയിലും പൊങ്ങും. എന്താ എന്താ മാഗി പറഞ്ഞത്? അതല്ല, എല്ലാരും അതല്ലേ പറഞ്ഞത്. ചിലപ്പോ നീ തന്നെയാണ് അനന്തരവളെങ്കിലോ? നീയല്ലേ വൈദേഹി ദേവന്റെ ഭാര്യ, ഈ വീട്ടിലെ ശരിക്കുള്ള മരുമോള്. അവരുടെ എല്ലാ സന്തോഷത്തിനു വേണ്ടി അനന്തരവളായി മാറുന്നതിൽ എന്താ തെറ്റ്? മാഗി എന്തൊക്കെയാ പറയുന്നേ? നാളെ ശരിക്കുള്ള ആരാന്നറിയുമ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കും? എന്റെ ദേവേട്ടനൊപ്പം നിൽക്കാൻ വേണ്ടി ഇപ്പൊ പറയുന്ന നുണ തന്നെ എനിക്ക് വല്ലാത്ത കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ട്. ഈ പാപത്തിൽ നിന്നും എന്നാ ഒരു മോചനം ഉണ്ടാവുമെന്ന് ആലോചിക്കുമ്പോഴാ. എന്റെ വൈദേഹി, നീ തന്നെയാ ഇവിടുത്തെ അനന്തരവള്. സത്യം പുറത്തു പറയാനാകാതെ ആ ചന്ദ്രിക എന്നെ കെട്ടിയിട്ടിരിക്കുക. മാധുരി എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തിയിട്ട് വേണം സത്യം പറയാൻ. എന്താന്നറിയില്ല, എത്ര പെട്ടെന്നെല്ലാം നിന്റെ കയ്യിൽ തന്നെ വന്നു ചേരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമ്മൾ എന്തിനാ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നേ? ആദ്യം നമുക്ക് എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് വേണം ഞാൻ വൈദേഹിയാന്ന്, ഈ വീട്ടിലെ മരുമോളാന്ന് അഭിമാനത്തോടെ പറയാൻ. ഇനി ഒത്തിരി വൈകില്ല, ആ നാളും വേഗം ഇങ്ങെത്തും. ദേവേട്ടാ, എന്ത് നിങ്ങൾ തരയുന്നേ? അവളെന്റെ ആ ഫോൺ അടിച്ചു മാറ്റിയില്ലേ, അതെവിടെയോ ഒളിച്ചു വെച്ചിരിക്കുന്നു നോക്ക.
ഞാനും അതിന് ഇത്രയും നേരം തപ്പി നടന്നത് ദേവേട്ടാ. എവിടെയാ വെച്ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പൂജ നടക്കുന്ന സമയത്ത് അമ്മയും മോള് സംസാരിച്ചതെല്ലാം അതിനകത്ത് റെക്കോർഡായി കാണും. അത് കേൾക്കാൻ പറ്റിയാ നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തേലും അതിനകത്ത് ഉണ്ടായാലോ? അതിനകത്ത് എവിടെയാന്നറിയണ്ടേ? എവിടെ കൊണ്ടായിരിക്കും ഒളിച്ചു വെച്ചിരിക്കുന്നത്? ഇനി അതും കൈ പിടിച്ചോണ്ട് പോയി കാണൂ. കൊണ്ടുപോയിട്ടില്ല ദേവേട്ടാ. നമ്മുടെ ആൾക്കാരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയപ്പോ അവളുടെ ഫോണും താഴെ വീണിരുന്നു. അപ്പോ ദേവേട്ടന്റെ ഫോൺ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ദേവേട്ടാ, നമ്മള് എന്റെ മുറിയിൽ നോക്കിയില്ലല്ലോ. പ്ലാനിങ് നടന്നതെല്ലാം എന്റെ മുറിയിൽ വെച്ചായിരുന്നില്ലേ? പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സും അവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നേ? ചിലപ്പോ ഈ ഫോണും അവിടെ തന്നെ ഉണ്ടെങ്കിലോ? കറക്റ്റ്, അത് അവിടെ തന്നെ കാണാൻ സാധ്യതയുണ്ട്. ദേവേട്ടാ, ഈ മാളവിക എങ്ങോട്ടാ കൊണ്ടുപോയേക്കണേ? അതെനിക്കറിയില്ലടാ. ആ ഫോൺ കിട്ടുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് ആദ്യം നോക്കാം നമുക്ക്. ആ നിന്നെ വെറുതെ വിടില്ല ദശരഥരാമാർമ്മ. എന്റെ മോക്ക് വല്ലതും പറ്റി ആ നിമിഷം നിന്നെ കൊന്നുകളയും. ഹലോ മാഡം, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. അപ്പോഴേക്കും ഇങ്ങോട്ട് വിളിച്ചു. എന്റെ അനിയത്തി മാധുരിയെ വിട്ടോ മാഡം? ഏത് വകുപ്പിലാ നിന്റെ ചോദ്യം? എങ്ങനെ അവളെ ഞാൻ വിടും? ആദ്യം എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്ക്. നീ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട് മാഡം. നീ എന്ത് ചെയ്യുമെന്നോ എങ്ങനെ കണ്ടുപിടിക്കുമെന്നോ എനിക്കറിയണ്ട. ആ ദശരഥ രാമവർമ്മ എന്റെ മോളെ എവിടെയൊക്കെ കൊണ്ടുപോയെന്ന് എനിക്കറിയണം. അത് ഞാനെങ്ങനെ ചോദിക്കാനാ മാഡം? ചോദിച്ചാൽ തന്നെ എന്നോട് പറയൂ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിന്റെ അനുജത്തിയെ ജീവനോടെ വേണമെങ്കിൽ പറഞ്ഞതനുസരിക്ക്. ഹലോ 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 ഇനി എവിടെ നിനക്ക് മോള്? അവളെ മറന്നേക്കാനല്ലേ അങ്കിള് പറഞ്ഞ? അതിനെ അങ്ങനെ വരൂ. അല്ല, ശരിക്കും ഒരു മാളവിക എന്ത് ചെയ്തു കാണും? ദേവേട്ടാ, ദേ ഫോൺ കിട്ടിട്ടോ. ഇതാ. ഇതെന്തു പറ്റി? ട്രാക്കർ കാണുന്നില്ലോ ഇതില്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ദേവേട്ടാ. ആദ്യം അവളെ എന്താ സംസാരിച്ചെന്ന് നോക്ക്. അത് ശരിയാ. റെക്കോർഡിങ്സ് ഒന്നുമില്ല അതില്. ഇതിനകത്തുണ്ടായിരുന്ന തെളിവുകളെല്ലാം അവള് നശിപ്പിച്ചിട്ടാ പോയെ. തെറ്റുപറ്റിയത് എനിക്കാ ദേവേട്ടാ. എങ്ങനെ എന്നെ കൊന്നു കളയൂ എന്നുള്ള പേടിയില് സത്യങ്ങളെല്ലാം ഞാൻ അവരോട് തുറന്നു പറഞ്ഞു പോയി. വിനയ, അതുപോലൊരു സിറ്റുവേഷനിൽ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. നിന്റെ ജീവൻ രക്ഷപ്പെട്ടില്ലേ, അത് മതിയുടെ എനിക്ക്. ദേവേട്ടാ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇനി ഫോണിൽ നിന്ന് ഒന്നും ട്രേസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ എന്താ ചെയ്തേന്നറിയണം. ഇന്ന് ചന്ദ്രിക മാളവികയുടെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞതുപോലെ നാളെ എന്തെങ്കിലുമൊക്കെ പറയും. അവളുടെ ഓരോ ചിന്തയും ഈ കുടുംബത്തെ എങ്ങനെ തകർക്കാന്നുള്ളതായിരിക്കും. ചന്ദ്രികയുടെ ആജ്ഞയ്ക്ക് അടിമപ്പെടാതെ എന്റെ അനിയത്തെ രക്ഷിക്കുകയും വേണം. ഈ കുടുംബത്തെയും വൈദേഹിയും ചന്ദ്രികയ്ക്ക് ഒറ്റുകൊടുക്കാതെ നോക്കുകയും വേണം. അതിനെന്താ ഭഗവാനെ ഒരു വഴി? എന്ത് ചെയ്യും ഞാൻ? ഈ ഊരാ കുടുക്കിൽ നിന്നും ആരാ എന്നെ ഒന്ന് രക്ഷിക്കുക?
ഇറ്റ്സ് ഓക്കെ. തടിച്ചി ഇയാളോട് ഞാൻ സോറി, മനഃപൂർവ്വം അല്ലെന്നേ. മാഗിയെ തടിച്ചിന്ന് വിളിക്കുന്നത് സത്യമായിട്ട് ഞാനല്ല. ഇയാളെന്താ കുഞ്ഞു കളിക്കാ? വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കോ? സത്യമായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല. എന്റെ ഉള്ളിൽ കയറിയിരുന്നോണ്ട് വേറെ ആരോ ഒരാളെ വിളിക്കുന്നത്. അതെന്താന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. തന്നോട് മാത്രം എനിക്കിങ്ങനെ സത്യമായിട്ടും തനിക്കൊന്നും ഓർമ്മ വരുന്നില്ലെന്നാ? അയ്യോ, എനിക്കൊരു മാങ്ങാത്തൊലി ഓർമ്മ വരുന്നില്ല. ചുമ്മാ എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. ആ, ഇപ്പൊ മനസ്സിലായി. തനിക്ക് വല്ല ടെൻഷനും ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാ പോരെ? അനിയത്തിയുടെ കാര്യത്തിൽ സഹായം ചോദിച്ചാലോ? അത് അതെന്താ അറിയോന്ന് ചോദിച്ചേ? ഞങ്ങളുടേത് എത്രയോ ജന്മങ്ങളുടെ ബന്ധമാ. എന്റെ അമ്മേ വേണ്ട. ഇവിടെ ഉള്ളവരെയൊക്കെ ഇയാൾക്ക് നന്നായിട്ട് അറിയാം. ഇയാളും എന്നെ പോലെ തന്നെയാ. ചെറുതായിട്ട് എന്തെങ്കിലും സൂചിപ്പിച്ചാ ഇയാൾ അതെല്ലാം തുറന്നെടുക്കും. എന്താ ആലോചിക്കുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയേ, ഞാനെല്ലാം നോക്കിക്കോളാം. ഏയ് അങ്ങനൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം. എന്തോ ഉണ്ട്. ഒന്നുമില്ലാതെ ഒരിക്കലും ഇവള് ഇങ്ങനെ പേടിക്കില്ല. അതുപോലെ അവൾക്കും എനിക്കിടയിൽ എന്തൊക്കെയോ ഉണ്ട്. രണ്ടിനും പക്ഷെ ക്ലാരിറ്റി കിട്ടുന്നില്ല. പയ്യെ കണ്ടുപിടിക്കാം. മാഗി, നിന്റെ പുള്ളിക്കാരൻ എന്തേ? ആരെക്കുറിച്ചാ ആന്റി ചോദിക്കുന്നത്? ആരെക്കുറിച്ചാണെന്നോ? ആകാശല്ലേ അന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത് ജന്മജന്മാന്തരങ്ങളുടെ ബന്ധമാണെന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പൊ നിനക്ക് അവന്റെ ചിന്ത പോലും ഇല്ലല്ലോ. അത് ശരി, ആകാശന്റെ കാര്യമായിരുന്നല്ലേ? ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അത്രയ്ക്ക് ഉഗ്രൻ ഇൻട്രൊഡക്ഷൻ അല്ലേ ആകാശ് എനിക്ക് തന്നത്. ആകാശ് അവിടെ ആരോട് ഫോണിൽ സംസാരിക്കുക. ആന്റി, അങ്കിൾ എവിടെയാ? എന്തിനാ മോളെ? മാളവികയെ കുറിച്ച്. ആ പിശാചിനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടതല്ലേ. ഇനി അവളെ കുറിച്ച് ആരും ഇവിടെ സംസാരിക്കണ്ട. മാളവിക എവിടെയാന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചന്ദ്രിക എങ്ങനെങ്കിലും മാനേജ് ചെയ്യായിരുന്നു. പക്ഷെ ആന്റി ഇത് തുടക്കത്തിലെ വിലക്കി കളഞ്ഞല്ലോ. അമ്മേ, അമ്മേ, അച്ഛനവിടെ? എന്തിനാ മോനെ? എന്താ അച്ഛാ? കാര്യം? അച്ഛാ, എന്താ കാര്യമെന്ന് പറ. അച്ഛാ, അച്ഛാ. എന്താ മോനെ ദേവ, മാളവിക എവിടെയാ? നീ എന്തിനാ അവളെ കുറിച്ച് അറിയുന്നേ? എനിക്കറിയണോ അച്ഛാ, അവളിപ്പോ എവിടെയാ? അതെനിക്കും അറിയില്ല മോനെ. അതെങ്ങനെയാ? അച്ഛനല്ലേ അവളെ നമ്മുടെ ആൾക്കാരെ കൊണ്ട് പിടിപ്പിച്ചത്. പിടിച്ചു കൊടുക്കുന്നവരെ എന്റെ ദൗത്യം കഴിഞ്ഞു. പിന്നീടുള്ളത് കൊട്ടാരച്ചിട്ട പോലെ നടക്കും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാച്ചാ? എനിക്ക് അവളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അവൾ എവിടെയാന്ന് പറ. അതറിയാൻ പറ്റില്ല മോനെ. പരമ്പരാഗതമായി ഈ കൊട്ടാരത്തിൽ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നത് നമ്മുടെ അന്ധകാസുര സേനയാണ്. അവരുടെ കയ്യിൽ കുറ്റവാളിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെക്കുറിച്ച് മറക്കുന്നതായിരിക്കും നല്ലത്. ശിക്ഷ വിധിച്ച് രാജാവ് വിചാരിച്ചാലും അവരെ തിരികെ കിട്ടില്ല. എന്നുവെച്ചാ മാളവിക അവളെ ഇനി മറന്നേക്ക്. മാളവിക ഇല്ലാതായ എന്റെ ജനന്റെ രഹസ്യം ഞാൻ ആരോട് ചോദിക്കും? മാളവിക ഇനി വരില്ലെന്ന് ചന്ദ്രിക അറിഞ്ഞാൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. അറിയാതെ നോക്കണം. അയ്യോ, ഇത് ഇത്രയും വലിയ ശിക്ഷയാണെന്ന് അച്ഛൻ എന്താ നേരത്തെ പറയാഞ്ഞേ? നീ എന്തിനാ മാളവികയോർത്ത് ഇത്രയേറെ വിഷമിക്കുന്ന ദേവ? അങ്ങനൊരു വഞ്ചകിക്ക് പറ്റിയ ശിക്ഷ തന്നെ ഇത്. വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അവളോട് ആര് സഹതാപം കാണിച്ചു എന്ന് അമ്മ പറയുന്നേ? സത്യത്തിൽ
എന്താടാ കാര്യം? ഒന്നുമില്ലമ്മേ, ഇപ്പൊ വരാം. മാളവികയ്ക്ക് വേണ്ടി എന്തിനാ ഇവൻ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നത്? പോയെന്ന് അറിഞ്ഞപ്പോഴാണോ അവളോട് പ്രേമം തുടങ്ങിയത്? ഒന്ന് മതിയാ കൂർമിളെ. എന്താ പറയുന്നതെന്ന് ചിന്തിക്കാതെ, ഞാൻ നിർബന്ധിക്കാതെ അവനൊരിക്കലും മാളവികയുടെ കാര്യത്തിൽ ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. അത് നിനക്കും അറിയുന്നതല്ലേ. പിന്നെ എന്തിനാ അവനിങ്ങനെ കിടന്ന് തിളയ്ക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ ഊർമിളെ, അതിന്റെ പേരിൽ ഇനി എന്ത് നഷ്ടം ഉണ്ടായാലും മാളവിക കാണിച്ച തെറ്റിന് അവൾ ഈ ലോകത്തുണ്ടാവരുതെന്നത് ഉചിതമായ ശിക്ഷ തന്നെയാണ്. എന്തു പറ്റി അങ്കിൾ? എന്താ ആന്റി, എന്തോ സീരിയസ് ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഹേ, അങ്ങനൊന്നുമില്ല. ഇനി നിങ്ങളുടെ കല്യാണം എങ്ങനെ നടത്താന്ന് ആലോചിക്കായിരുന്നു. ഇപ്പോഴേ കല്യാണോ? അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാവട്ടെ. അല്ലേ മാഗി? എന്നാ ശരി ആന്റി, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഷഷ്ടിപൂർത്തി ഭംഗിയായിട്ട് നടന്നു. ഇനി ഒരു 60 വർഷം കൂടെ കഴിഞ്ഞ് ഒരു ഷഷ്ടിപൂർത്തിയും കൂടെ നടത്തണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഷഷ്ടിപൂർത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളെ വെറുതെ വിട്ടുകൂടെ? ആദ്യം നിന്റെ കല്യാണത്തിനൊരു തീരുമാനം ഉണ്ടാക്കുക. ഇന്ന് തന്നെ വേണമെങ്കിൽ നിന്റെ അച്ഛനോട് സംസാരിക്കാം. അയ്യോ, ഇനി ഇവിടെ നിന്നാ പിടിച്ച് കെട്ടിച്ച് കളയാൻ തോന്നല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണേ. അത് ശരി, നീ എങ്ങോട്ടാ? വിദേശത്തേക്ക് പോകുന്നവരെ നിനക്ക് ഇവിടെ നിന്നൂടെ? ഒരു കൂട്ടുകാരന്റെ മുറിയുണ്ട്, ഇടയ്ക്ക് ഞാനിങ്ങനെ വന്നു പോക്കോളാം. പോയാലോ മാഗി? എനിക്കൊരു ചെറിയ ജോലിയും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം. ഇയാളെ പൊയ്ക്കോ. ഓക്കെ ഡാർലിംഗ്, ബൈ. എന്നാ പിന്നെ കാണാം. ബൈ ആന്റി, ബൈ അങ്കിൾ.